قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. صدق الله العلي العظيم. الحمد لله حمدا دائما أبدا، الحمد لله ثم الحمد لله، الحمد لله رب العالمين على ما كان يلهمني، والحمد لله സയ്യിദിന വമൗലാന മുഹമ്മദ്. കരുണക്കടലായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. നന്മയുടെ വാഗ്ദാക്കളായി, സുഹൃതങ്ങളുടെ കൂട്ടുകാരനായി, നന്മ നിറഞ്ഞ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഗണത്തിൽ പെടുവാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നസീബ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ സർവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധവും പരിപാവനവുമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നടക്കം വലിയ ഒരു സംഘം ആളുകൾ ഇന്ന് കഅബാലയത്തിലേക്ക് ലക്ഷ്യമാക്കി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും മറ്റുമൊക്കെ പുറപ്പെടുകയാണ്. ലോകത്തിൻ്റെ നിഖില മേഖലകളിൽ നിന്നുകൊണ്ട് ഹാജിമാർ ആ പുണ്യഭവനത്തെ ലക്ഷ്യമാക്കി പുറപ്പെടുമ്പോൾ 6000 വർഷങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ ഖലീലായ, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ പുണ്യപ്രവാചകർ ത്യാഗസുരഭിലസൂനമായ ജീവിതം കൊണ്ട് സൃഷ്ടാവിൻ്റെ ഇംഗിതം കരഗതമാക്കിയ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിക്ക് കാതോർത്തുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്: വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാല. ഹജ്ജിന് വേണ്ടിയിട്ട് വിളിക്കുക, ജനങ്ങളിൽ വിളംബരം നടത്താനാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ സാധാരണ ബാങ്ക് കൊടുക്കുന്ന ആളെ വിളിക്കാറുള്ളത് മുഅദ്ദിൻ എന്നാണ്.
ആ അതേ പ്രയോഗം തന്നെയാണ് അള്ളാഹു ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നത്. വിളംബരം ചെയ്യുക. ബാങ്കൊരു വിളംബരാണല്ലോ. ആ കറക്റ്റ് സമയമാകുമ്പോ, നിസ്കാരത്തിന്റെ സമയമാകുമ്പോ വിളംബരം ചെയ്യുകയാണ്. ഹയ്യ അലസ് സ്വലാഹ്, നമസ്കാരത്തിന് വേണ്ടി വരാൻ പറയുകയാണ്. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരാനാണ് വിളിച്ചു പറയുന്നത്. ഇതുപോലെ തന്നെ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 6000 എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിളംബരം നടത്തിയതാണ്. ഹജ്ജിന് വേണ്ടിയിട്ട് വരാൻ. അങ്ങനെ വിളംബരം നടത്തുമ്പോൾ അള്ളാഹു പറയാണ്, റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക, കാൽനടയായിട്ടും അതുപോലെ വാഹനങ്ങളിൽ കയറി ഒട്ടകത്തിന്റെ പുറത്ത്. പഴയ കാലത്തൊക്കെ ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളില്ല. എത്രയോ വിദൂര ദിക്കുകളിൽ നിന്ന് ഒട്ടകപ്പുറത്ത്, കുതിരപ്പുറത്ത്, കഴുതയുടെ പുറത്ത്, ഇങ്ങനെ പല വാഹനങ്ങളിലായിട്ട് മനുഷ്യർ ആ ഭൂമികയെ ലക്ഷ്യമാക്കിയിട്ട് വരും. വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ ലിയശ്ഹദു മനാഫിഅ ലഹും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ ആ വിളംബരത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുമ്പോ ആ ഹജ്ജിന്റെ അമലുകളെ പറ്റിയിട്ട് പഠിച്ചിട്ടാണ് വരുന്നത്. എന്നാൽ ഹജ്ജിന്റെ ആത്മാവിനെ പറ്റി യഥാർത്ഥത്തിൽ എല്ലാവരും ബോധവാന്മാരല്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഹജ്ജ് ക്ലാസ്സുകളിലൊക്കെ ഹജ്ജ് ചെയ്യേണ്ട രീതികളെ പറ്റി പറഞ്ഞു കൊടുക്കും. അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഹജ്ജിന്റെ ആത്മാവിനെ പറ്റിയിട്ടാണ്. ഒരു മനുഷ്യന്റെ ശരീരം എടുത്തു നോക്കുകയാണെങ്കിൽ ആ ശരീരത്തോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓരോ സൽക്കർമ്മങ്ങൾ എടുത്തു നോക്കുമ്പോ അല്ലാഹു തആല നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ നിസ്കാരത്തെ പറ്റിയിട്ട് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ സമയത്ത് അവിടെ കാണാം ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം നിർവഹിച്ചാൽ മാത്രം പോരാ, മറിച്ച് അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ലയിച്ചുകൊണ്ട് ഹൃദയത്തെ അള്ളാഹുവിലേക്ക് കൊടുത്തുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. ഇതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഹജ്ജിന്റെ യാത്ര എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കഅബാലയത്തെ ലക്ഷ്യമാക്കിയാണ് പോകുന്നതെങ്കിലും അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് നടത്തുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന അവ്വല ബൈതിൻ വുദിയ ലിന്നാസി ലല്ലദീ ബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടിയിട്ട് പോകുന്ന വിഷയത്തെ പറ്റി അള്ളാഹു പറയുമ്പോ ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിച്ച ആ പ്രഥമ ഭവനത്തിലേക്ക് പോകുമ്പോ, മുബാറക്കായ ഭൂമിയിലേക്ക് പോകുമ്പോ വഹുദൻ ലിൽ ആലമീൻ, അള്ളാഹുവിലേക്കുള്ള നേർമാർഗത്തിലേക്കുള്ള യാത്ര, അത് അള്ളാഹുവിലേക്കുള്ള യാത്രയാണെന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു സ്വാഫാത്തിലും സൂറത്തുൽ അൻകബൂത്തിലും എല്ലാം അല്ലാഹു തആല ഈ സന്ദേശം മാനവിക കുലത്തിന് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വചനങ്ങൾ എടുത്തുകൊണ്ട് സ്വാഫാത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഞാൻ എൻ്റെ റബ്ബിലേക്കാണ് യാത്ര പോകുന്നത്, ഞാൻ എൻ്റെ റബ്ബിലേക്കാണ് പോകുന്നതെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു യാത്രയായിരുന്നു. ചരിത്രത്തിലെ മൈൽ സ്റ്റോണായി, നാഴികക്കല്ലായി രേഖപ്പെടുത്തിയ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ യാത്ര. ആ ഹിജ്റ പോയപ്പോൾ മക്കയിൽ നിന്നുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമ്പോ താൻ ജനിച്ച നാട്, തന്റെ വീട്, തന്റെ കുടുംബക്കാർ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിദൂരതയിലേക്ക്, മദീനയുടെ തെരുവിലേക്ക് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോകുമ്പോ അല്ലാഹു
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഒരു യാത്ര മാത്രമായിരുന്നില്ല. അല്ലാഹു പറയുന്നുണ്ട്, വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം. ആ ഹിജ്റയുടെ യാത്ര അത് അല്ലാഹുവിലേക്കുള്ള യാത്രയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ മുഅ്മിനായ ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും അവന്റെ നല്ല യാത്രകൾ ഏതെല്ലാം ജീവിതത്തിലുണ്ടോ അതെല്ലാം അല്ലാഹുവിലേക്കുള്ള യാത്രയാണെന്നാണ് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഹദീസുകൾ നോക്കുമ്പോൾ മിശ്കാത്തുൽ മസാബിഹ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ഹജ്ജിന്റെ ബാബുകൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ഹദീസുകൾ അതിൽ കാണാം. ഹദീസുകളിൽ കാണാം, അവസാന കാലഘട്ടങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി പോകും, പക്ഷേ ഹജ്ജ് അവർക്ക് ലഭിക്കുകയില്ല. കേവലം ഒരു ടൂർ മാത്രമായിട്ടായിരിക്കും അവർക്ക് അവരുടെ ഹജ്ജുകൾ ഉപകരിക്കുകയുള്ളൂ, അല്ലാതെ നാളെ പാരത്രിക ലോകത്തേക്ക് ഉപകരിക്കുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലാ യബ്കാ മിനൽ ഇസ്ലാമി ഇല്ലാ റസ്മുഹു. പേരുകൊണ്ട് മാത്രം മുസ്ലിമാനായിരിക്കും, മുസ്ലിം എന്ന പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം കേവലം പൊങ്ങച്ചത്തിന് വേണ്ടിയുള്ളതായി മാറും, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ളതായി മാറുമെന്ന് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മളുടെയൊക്കെ ഹജ്ജുകൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഇന്ന് പലരും ഹജ്ജ് യാത്ര പോകുന്നു. പഴയ കാലത്ത് എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട്, ഈ കേരളക്കരയിൽ നിന്നുകൊണ്ട് നടന്ന് ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ട്. അന്ന് ഇതുപോലെയുള്ള സുന്ദരമായ കോൺക്രീറ്റ് റോഡുകൾ ഉണ്ടായിരുന്നില്ല, ഇന്നത്തെ പോലെ ടാർ ചെയ്ത റോഡുകൾ ഉണ്ടായിരുന്നില്ല, ഇന്നത്തെ പോലെ സുന്ദരമായ യാത്രാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ മലപ്രദേശങ്ങളിലൂടെ കാടുകളിലൂടെ നടന്ന് ഹജ്ജിന് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് എല്ലാവരെ കൊണ്ട് പൊരുത്തപ്പെടിച്ചു കൊണ്ട് പോകുമ്പോ ഇനി താൻ തന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ലാതെയായിരുന്നു അന്ന് ഹജ്ജിന് വേണ്ടി ഇവിടെ നിന്നുകൊണ്ട് നടന്നു പോയിരുന്നത്. പലപ്പോഴും അവരുടെ ചരിത്രങ്ങൾ പറയുമ്പോ നമ്മുടെയൊക്കെ വീടുകളില് നമ്മുടെ വല്യപ്പമാര് അല്ലെങ്കിൽ അവരുടെ ഉപ്പമാര് അങ്ങനെ നടന്ന ഹജ്ജിന് പോയ ആളുകളായിരുന്നു. പാലക്കാട് ജില്ലയില് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ മാത്തൂർ നൂർ മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള സ്വാത്വികരായ ആളുകള് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വഴികാട്ടികളായി അല്ലാഹുവിനെ കുറിച്ച് മാത്രം സദാസമയം ചിന്തിച്ച് ഭൗതികമായ ചിന്തകളിൽ നിന്ന് മാറി സ്വാത്വികരായി ജീവിച്ച എത്രയോ ആളുകള് അങ്ങനെ നടന്നുപോയി ഹജ്ജിന് ചെയ്തു വന്നവരായിരുന്നു. പക്ഷേ അവരെ പറ്റി അവർ സ്വന്തം പറഞ്ഞിട്ടില്ല. ഞാൻ ഹജ്ജിന് പോയി വന്നതാണെന്ന് അവർ പൊങ്ങച്ചം പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് തന്നെ ചാനലുകാരെയൊക്കെ സജ്ജീകരിക്കുകയാണ്. പലരും യൂട്യൂബ് ഹാജിമാരായി മാറുകയാണ്. ഈ അടുത്ത് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി ഹജ്ജിന് വേണ്ടി പോയപ്പോ എന്തോ ഫാഷൻ പരേഡിന് പോകുന്നത് പോലെയാണ് അവർ ഹജ്ജിന് പോയത്. ഓരോ ദിവസവും മണിക്കൂറിന് ഡ്രസ്സുകൾ മാറിയിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഹജ്ജിന് പോകുന്ന, സ്വന്തമായി പരസ്യപ്പെടുത്തിക്കൊണ്ട് ഹജ്ജിന് പോകുന്ന അത്തരത്തിലുള്ള ആളുകൾ രംഗപ്രവേശനം നടത്തുന്നതിനെ പറ്റി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ യബ്കാ മിനൽ ഇസ്ലാമി ഇല്ലാ റസ്മുഹു. പേരുകൊണ്ട് മാത്രമായിരിക്കും അവർ മുസ്ലിം എന്ന് പറയുന്നത്. അവരുടെ സൽക്കർമ്മങ്ങളൊക്കെ പൊള്ളയായിരിക്കും. ഹജ്ജിന് പോയിട്ട് സ്വന്തമായിട്ട് പലരും പരിചയപ്പെടുത്തും. എന്താ പേര്? എന്റെ പേരോ ബഷീർ ഹാജി, ഷെരീഫ് ഹാജി. നമ്മളെ പറ്റി തന്നെ ഹാജിയൊക്കെയാണ്. എന്നാൽ മറ്റുള്ളവരാണ് നമ്മളെ ഹാജി എന്ന് വിളിക്കേണ്ടത്, അല്ലാതെ നമ്മൾ സ്വന്തം തന്നെ ഹാജിയാകുന്നു. ഹജ്ജിന് പോയി വരുമ്പോ വീടിന്റെ മുമ്പിൽ തന്നെ വലിയ ഒരു ബോർഡ് തൂക്കി വെക്കാണ്, ഹാജി എന്ന് പേര് ചെയ്തുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഹജ്ജ് ഒരിക്കലും പൊങ്ങച്ചത്തിന് വേണ്ടിയായി മാറരുത്. മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ ഹജ്ജിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. എത്രയോ പേജുകൾ, അത്ഭുതം തോന്നിപ്പോവും. ഇമാം ഗസാലിയുടെ വിശദീകരണം ലോകം കണ്ട വിശ്വവിഖ്യാത ഗ്രന്ഥമായ
അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എടുത്തു നോക്കുമ്പോൾ മഹാനവറുകൾ നൽകുന്ന ഉപദേശങ്ങൾ കാണാം. മോനെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു പ്രവർത്തനം മാത്രമല്ല. ഹജ്ജ് എന്ന് പറയുന്നത് മഹാനവറുകൾ പറയുന്നു, നിന്റെ ഹജ്ജ് അൽ മഖ്സൂദു തവാഫു ബദനിക. ഹജ്ജ് എന്ന് പറയുന്നത് നിന്റെ ശരീരം കൊണ്ടുള്ള ഒരു ചുറ്റല് മാത്രമല്ല. തവാഫ് ചെയ്യുമ്പോ കഅബാലയത്തിന്റെ ചാരത്ത് പോയിട്ട് ആ കഅബാലയത്തെ ഇടതുവശത്താക്കിയിട്ട് ഇങ്ങനെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് പറഞ്ഞിട്ട് നീ തവാഫ് ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെ ചാരത്ത് ചെന്നിട്ട് ആ ഹജറുൽ അസ്വദിൽ മുത്താൻ പറ്റാതെ വരുമ്പോ കൈകൊണ്ട് നീ ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്ന സമയത്ത് ആ തവാഫോ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളോ ഒന്നുമല്ല മോനെ നിന്റെ ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മൽ മഖ്സൂദു തവാഫു ഖൽബിക. നിന്റെ ഹൃദയം കൊണ്ടുള്ള ചുറ്റലാണ് മോനെ, നിന്റെ ഹൃദയം കൊണ്ടുള്ള ചുറ്റലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. തവാഫ് എന്ന് പറയുന്നത് കഅബാലയത്തെ വലം വെക്കുന്ന സമയത്ത് നിന്റെ മനസ്സ് മുഴുവനും അല്ലാഹുവിൽ ലയിക്കണം, അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മയാകണം നിന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഹജ്ജുകളെല്ലാം ആ രൂപത്തിലായി മാറുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഹജ്ജായിട്ട് നമ്മുടെ ഹജ്ജുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. മഹാനായ ഇമാം ശാദുലി റളിയല്ലാഹു അൻഹു, മഹാനായ ശാദുലി ഇമാമിന്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബശീഷ് എന്ന് പറയുന്ന മഹാത്മാവ്. ശാദുലി ഇമാം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ദിവസം ചെല്ലുന്ന സമയത്ത് ആ മഹാത്മാവ് അല്ലാഹുവിലേക്ക് ഇങ്ങനെ ദുആ ചെയ്യാണ്. നമ്മുടെ ഉസ്താദുമാരെ, സ്വാത്വികരായ ആളുകളെ അവരൊക്കെ ഇടക്ക് പോയി സന്ദർശിക്കണം. പോയി ഇങ്ങനെ വരുമ്പോ ഒരു ചാർജ് ഉണ്ടാകും. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ആൾക്കാരല്ല. ഈ അടുത്ത കാലത്ത് തന്നെ കേരളക്കരയിൽ ജീവിച്ചു പോയ എത്രയോ സ്വാത്വികരായ ആളുകളുണ്ട്. അവർ അല്ലാഹുവിൽ ലയിച്ച് ജീവിച്ച ആളുകളാ. അവരൊക്കെ ഒന്ന് പോയി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരടുക്കലേക്ക് ചെല്ലുമ്പോ തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോ തന്നെ അല്ലാഹുവിനെ പറ്റി നമുക്ക് ഓർമ്മ വരും. ആ ആളുകളേക്ക് അടുക്കൽ പോകുമ്പോ തന്നെ നമുക്കൊരു ഈമാനികമായ ചാർജ് കിട്ടും. മഹാനായ ശാദുലി ഇമാം അവിടുത്തെ ഉസ്താദായ അബ്ദുല്ലാഹി ഇബ്നു ബശീഷ് എന്നവരുടെ അടുക്കലേക്ക് ഇങ്ങനെ ചെല്ലാണ്, ഇടക്കിടക്ക് പോകും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നതെന്ന് അറിയുമോ? അല്ലാഹുവേ, ജനങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്ന ദുആ, അല്ലാഹുമ്മ ഇന്ന ഖൗമൻ യസ്അലൂനക ഫസഖർത ലഹും ഖൽഖക. ജനങ്ങൾ ദുആ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? പടച്ചോനെ, ജനങ്ങൾക്കൊക്കെ എന്നോട് ഇഷ്ടണ്ടാവണേ എന്നാണ് ജനങ്ങളൊക്കെ ദ്വാരക്കാറല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം, എല്ലാവരും സ്നേഹിക്കണം, എല്ലാവരും നമ്മളെ പറ്റി നല്ലതെന്ന് പറയണം. അതിനുവേണ്ടി നമ്മൾ അഭിനയിക്കും. പലപ്പോഴും നമ്മുടെ സ്വഭാവമൊക്കെ ചിലപ്പോൾ നമുക്ക് നല്ല ദേഷ്യം വന്നാൽ പോലും നമ്മൾ ഇങ്ങനെ ചിരിക്കും മറ്റുള്ളവരുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലോ തമ്മാടിത്തരം കണ്ടാലും തിന്മകൾ കണ്ടാൽ നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കൂല. ഇനി ഞാനെങ്ങാനും അത് പറഞ്ഞാല് അവനൊരു ഇഷ്ടക്കുറവ് വന്നാലോ, അപ്പോഴും നമ്മൾ അള്ളാന്റെ ഇഷ്ടം നമ്മൾ നോക്കാറില്ല, ജനങ്ങളുടെ ഇഷ്ടമാണ് നോക്കാറുള്ളത്. എന്നാൽ മഹാനവറുകൾ പറയാണ്, അല്ലാഹുമ്മ ഇന്ന ഖൗമൻ യസ്അലൂനക ഫസഖർത ലഹും ഖൽഖക. പടച്ചോനെ, ജനങ്ങള് അവരുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. വറദൂ മിൻക ബിദാലിക. പടച്ചോനെ, എന്നാൽ എനിക്ക് പറയാനുള്ളത് വഇന്നി അസ്അലുക അൻ തുഹവ്വില വുജൂഹൽ ഖൽഖി. പടച്ചവനെ, എനിക്കെന്നാലും പറയാനുള്ളത് ജനങ്ങൾക്കൊന്നും എന്നോട് ഒരു ഇഷ്ടം ഉണ്ടാവരുത് റബ്ബേ. വല്ലാത്തൊരു ദുആയാണ് അബ്ദുല്ലാഹി ഇബ്നു ബശീഷ് ദുആ ചെയ്യാണ്. പടച്ചവനെ, ജനങ്ങൾക്കൊന്നും എന്നോട് ഇഷ്ടമുണ്ടാവരുത് റബ്ബേ. കാരണം എന്താണെന്നറിയുമോ? അൻതുഹവ്വില വുജൂഹൽ ഖൽഖി അലയ്യ വജഅൽഹും യൻദുറൂന ഇലയ്യ ബിസൂഇൽ ഖൽഖി യാ അല്ലാഹ് ഹത്താ ലാ യബ്കാ മൽജഉൻ ഇല്ലാ ഇലൈക വഅതവജ്ജഹു ഇലൈക. ജനങ്ങളൊക്കെ എന്നെ വെറുക്കണം, ജനങ്ങളൊക്കെ എന്നെ മോശക്കാരനായി കാണണം, മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയായിട്ട് കാണണം. അങ്ങനെ എല്ലാവരും വെറുക്കുന്ന സമയത്ത് പടച്ചോനെ, ഹത്താ ലാ യബ്കാ മൽജഅ ഇല്ലാ ഇലൈക വഅതവജ്ജഹു ഇലൈക.
അല്ലാഹുവേ, എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് കഴിയുമ്പോ, ആരും എന്നെ സഹായിക്കാതിരിക്കുമ്പോ, ആരും എന്നെ പറ്റി ചിന്തിക്കാതിരിക്കുമ്പോ, എല്ലാവരും എന്നെ ആട്ടുന്ന സമയത്ത് ഞാൻ നിന്നിലേക്ക് മടങ്ങുമല്ലോ റബ്ബേ. ആരുടെ അടുക്കലും അഭയം കിട്ടാതെ വരുമ്പോ സൃഷ്ടാവായ നീ എന്നെ കൈവടിയില്ലെന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് നിന്നിലേക്ക് ഞാൻ മടങ്ങുമല്ലോ നാഥാ. മഹാനായ ശാദുൽ ഇമാം ഇങ്ങനെ ദുആ കേൾക്കുകയാണ്. ഉസ്താദേ, എന്താ നിങ്ങൾ ഇങ്ങനെ ദുആക്കുന്നത്? അപ്പോഴാ പറയുന്നത്, എനിക്ക് പടച്ചോന്റെ പൊരുത്തം മാത്രം മതി, വേറെ ആരെയും പൊരുത്തം വേണ്ട. ഈ ഒരു ചിന്തയായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഹജ്ജിന് പോകുമ്പോഴും എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടി പോകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഹജ്ജ് സ്വീകരിക്കപ്പെടുന്നത്. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു 30 ഹജ്ജ് ചെയ്ത വ്യക്തിയായിരുന്നു. 3000 ഖത്ം ഓതിയ ആളായിരുന്നു. നമുക്ക് പറ്റുമോ സഹോദരങ്ങളെ? 30 ഹജ്ജ് എൻ്റെ ഒരു കുടുംബക്കാരനുണ്ടായിരുന്നു. ആനക്കര മുഹമ്മദ് കുട്ടി ഫൈസി എന്ന് പറയുന്ന വലിയൊരു സ്വാത്വികനായ പണ്ഡിതൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60ഓളം ഹജ്ജ് അദ്ദേഹം ചെയ്തിരുന്നു. എല്ലാ വർഷവും ഹജ്ജിന് പോകുമായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇടയിൽ വളരെ അപൂർവം ആളുകൾക്ക് അത്തരത്തിലുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്ത ആളുകളുണ്ട്. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു 30 ഹജ്ജ് ചെയ്ത വ്യക്തിയായിരുന്നു. 3000 ഖുർആൻ ഖത്മ തീർത്തു. അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ അദ്ദേഹത്തെ മനാമിൽ കാണാണ്, സ്വപ്നത്തിൽ കാണാം. സ്വപ്നം നല്ലതുകൊണ്ട് ചീത്തണ്ട്. എല്ലാ സ്വപ്നവും സ്വീകരിക്കാൻ പറ്റൂല, മനസ്സിലായോ? എന്നാൽ എല്ലാം മോശമാണെന്ന് പറയാനും പറ്റൂല. കാരണം ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വപ്നത്തിലൂടെയാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബലിയിറക്കാൻ അള്ളാഹു കൽപ്പിച്ചത്. അപ്പൊ എല്ലാ സ്വപ്നവും തള്ളിക്കളയാൻ പറ്റൂല. ആദ്യം വിശ്വസിച്ചില്ല, പിന്നെ 3 പ്രാവശ്യം കണ്ടപ്പോൾ ഉറപ്പിച്ചു ഇത് പടച്ചോനിൽ നിന്ന് തന്നെയുള്ളതാണെന്ന്. മൻസൂർ ഇബ്നു അമ്മാർ മരണപ്പെട്ടു. കൂട്ടുകാരെ കാണാണ്. അപ്പോ മൻസൂർ ഇബ്നു അമ്മാർ അദ്ദേഹം പറയാണ്, മക്കളെ, ഞാൻ മരണപ്പെട്ട് ചെന്ന സമയത്ത് അല്ലാഹു തആല ചോദിച്ചു, മാ ഫഅലല്ലാഹു ദാലിക, നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? അപ്പോ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ കുറെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അമ്മൽ ഹജ്ജ ഫലാ ഹാജത ലി. അല്ലാഹു പറഞ്ഞു, നിന്റെ ഹജ്ജ് എനിക്ക് വേണ്ട, നിന്റെ ഹജ്ജ് എനിക്ക് വേണ്ട. പിന്നെന്താ ചെയ്തത്? 3000 ഖുർആൻ ഖത്ം ഓതിയിട്ടുണ്ട്. അപ്പോ അള്ളാഹു പറഞ്ഞു, നിന്റെ ആ ഖുർആൻ ഖത്ം എനിക്ക് വേണ്ട. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, 30 ഹജ്ജ് ചെയ്ത ആളോട്, അള്ളാഹുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് മഹാനവറുകളോട് പറഞ്ഞതായിട്ട് അവിടുത്തെ കൂട്ടുകാരന്മാര് മനാമിൽ ദർശിക്കുകയാണ്. കിതാബുൽ ഇമാം യാഫി റളിയല്ലാഹു അൻഹുവിന്റെ റൗദുൽ റയാഹീൻ പോലെയുള്ള ഗ്രന്ഥം പരിശോധിച്ചാൽ നമുക്കിത് കാണാവുന്നതാണ്. അപ്പോ നമ്മൾ ഒരു 100 ഹജ്ജ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ വലിയ പുണ്യാളനൊന്നും ആവൂല സഹോദരങ്ങളെ. അള്ളാഹു സ്വീകരിക്കണം. ആ സ്വീകരിക്കപ്പെടുന്ന ഹജ്ജായിട്ട് നമ്മുടെ ഹജ്ജുകളും മറ്റ് കർമ്മങ്ങളും മാറേണ്ടതുണ്ട്. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി നടന്നു പോവുക. അപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കാനൊന്നും പറ്റുന്നില്ല, കാലില്ല, അവയവങ്ങളില്ല. അദ്ദേഹം ഇങ്ങനെ ചന്തിയിട്ട് നിരങ്ങി റോട്ടിലൂടെ പോവാണ്, ഹജ്ജിന് വേണ്ടിയിട്ട് പോവുക. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടെന്നാ വരുന്നത്? അദ്ദേഹം പറയാണ്, ഞാൻ സമർക്കന്ദിൽ നിന്നാണ് കടന്നു വരുന്നത്. സമർക്കന്ത്, ആ സമർക്കന്ത് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുകൊണ്ട് അദ്ദേഹം വരികയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര നാളായി വരാൻ തുടങ്ങിയിട്ട്? 10 കൊല്ലമായി. 10 കൊല്ലായി. കാരണം എനിക്ക് മറ്റുള്ളവരെ പോലെ നടക്കാൻ പറ്റൂല, സ്പീഡില്ല. ഞാൻ എൻ്റെ ശരീരത്തിന് ചന്തിയിട്ട് ഇങ്ങനെ റോട്ടിലൂടെ നിരങ്ങി കുറച്ച് ദൂരം നടക്കുമ്പോഴേക്ക് എനിക്ക് പറ്റൂല. കുറച്ച് ദൂരം ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് സഞ്ചരിക്കുമ്പോ എനിക്ക് പറ്റാതെ വരും. അങ്ങനെ ഞാൻ നിരങ്ങിയാ വരുന്നത് എന്ന് പറയാണ്. 10 വർഷം. ആലോചിച്ചു നോക്കൂ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഇരുന്നതായിരുന്നു. അവരുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം അത് മാത്രമായിരുന്നു. ഹജ്ജ് എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, ഹലലാ നിസാഇ ജിഹാദ്, നബിയേ, പെണ്ണുങ്ങൾക്ക് ഹജ്ജ് ഉണ്ടോ? അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പെണ്ണുങ്ങൾക്ക് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ലാ ഖിതാല ഫീഹി അൽ ഹജ്ജ് വൽ ഉംറ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂലി ആഗ്രഹിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, സ്ത്രീകളുടെ ജിഹാദ് എന്ന് പറയുന്നത് അത് ഹജ്ജും ഉംറയുമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മിൽ പല ആളുകളും ഹജ്ജിന് പോകാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാവിധ കഴിവുള്ളവരെ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസം നമുക്ക് പറയാം. ഹജ്ജിന്റെ വാജിബാത്തുകൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ അതിന് അർഹനല്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടിയ ഇപ്പോഴും നമ്മിൽപ്പെട്ട പല ആളുകൾ ഇരിക്കുന്നു. പല പ്രാവശ്യവും ഈ വിനീതം തന്നെ അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തിയതാണ്. മറ്റുള്ളവർക്ക് പോകാൻ നമുക്ക് പൈസ ഉണ്ട്, തായ്ലൻഡിൽ പോകാൻ അല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളിലും പോകാൻ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, സ്ഥലം വാങ്ങാൻ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പൈസ ഉണ്ട്. ഹജ്ജിന്റെ കാര്യം പറയുമ്പോൾ മാത്രം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോ അപ്പൊ അതിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവൂല. പലപ്പോഴും അല്ലെ പല ആളുകളും പെട്ടുപോകുമ്പോഴാണ് പടച്ചോൻ ഇവരെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടാകുന്നത് പോലും നമ്മള് അറിയുന്നത്. വാർത്താ മീഡിയകളിലൂടെ ഓരോ തട്ടിപ്പിന്റെ കഥകൾ ഇങ്ങനെ ഓരോ ദിവസവും വരെയാണ്. കഴിഞ്ഞ ദിവസം എടപ്പാളിലുണ്ടായി കുറെ, നമ്മുടെ എടപ്പാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലം, കൊടുത്തത് മുഴുവൻ നമ്മുടെ ആൾക്കാരാ. അപ്പോ ഹജ്ജിന് പോകാനും ഉറക്ക് പോകാനും നല്ല കാര്യങ്ങൾക്കൊന്നും ആരെയും കയ്യിൽ പൈസ ഇല്ല. ലാഭത്തിന് കൊടുക്കണത് ഇഷ്ടം പോലെ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഉദ്ഹിയ്യത്തിന്റെ വിഷയം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിന്റെ ഗൗരവം മനസ്സിലാക്കുക. അള്ളാഹു തന്ന നിഅമത്തുകൾ ഓരോന്നും റബ്ബ് ചോദിക്കും. ഈ വിനീതനോട് ചോദിക്കും, നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കും. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. എന്തൊക്കെ റബ്ബ് തന്നോ ആ അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ ഇന്ന സമ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നിലക്കും നമുക്ക് പറ്റൂല. യാസീൻ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോ നമ്മൾ പറയാറുണ്ടല്ലോ, അയ്യോ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പരലോകത്ത് നാവല്ല സംസാരിക്കുന്നത്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം, കൈകൾ സംസാരിക്കും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റി. അപ്പോ വതശ്ഹദു അർജുലുഹും, നമ്മുടെ കാലുകൾ അതിന് സാക്ഷ്യം വഹിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ ഒരു പ്രവർത്തനവും വിട്ടുപോകില്ല. പടച്ചോരങ്ങളെ എല്ലാം കാണുന്നുണ്ട്. CCTV ഉണ്ടോന്ന് ഇങ്ങനെ നമ്മൾ നോക്കും എല്ലാ പ്രവർത്തനങ്ങളും നന്നാക്കാൻ. പക്ഷേ പടച്ചോന്റെ ക്യാമറയിൽ കൊടുങ്ങാത്ത ഒന്നുമില്ല സഹോദരങ്ങളെ. ആ ഒരു ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ റബ്ബിന്റെ പൊരുത്തത്തിൽ പൂർണ്ണമായും 100% നമുക്ക് പറ്റൂല. എന്നാലും കുറച്ചൊക്കെ തക്കവുണ്ടാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ അപേക്ഷ കൊടുക്കും. എന്നെ കൊണ്ട് ഇൻഷാ അല്ലാഹ് കഴിയുന്ന രൂപത്തിലൊക്കെ അതിന് പ്രവർത്തിക്കുന്നു. ദ്വാരത മാത്രം പോലെ നമ്മൾ അതിനുള്ളൊരു ശ്രമവും കൂടി നടത്തണം. അപ്പോഴാണ് അല്ലാഹു തആല നമുക്ക് അതിനുള്ള ഒരു തൗഫീഖ് തരുള്ളൂ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയി. പലരും യഥാർത്ഥത്തിൽ നമ്മളെക്കാളും വരുമാനം കുറഞ്ഞ ആളുകള്, നമ്മളെക്കാളും സാമ്പത്തികമായി പുറകിലുള്ള ആളുകളൊക്കെ ഹജ്ജിന് പോയത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ തൗഫീഖാണ്. ഒരു സഹോദരൻ വാപ്പയും കുടുംബക്കാരും ഒക്കെ ഹജ്ജിന് വേണ്ടിയിട്ട് പോവുക. ഹജ്ജിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഉമ്മയും വാപ്പ ചെറിയ കച്ചവടക്കാരനാണ്. പെട്ടെന്ന് വാപ്പ പിന്മാറി. അങ്ങനെ മരുമകനെ ഹജ്ജിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം ഉമ്മാടെ കൂടെ കൂട്ടിന്. അപ്പോ അദ്ദേഹം പറയാണ്, കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയിട്ട് ഒരാളെനിക്ക് സംസം വെള്ളം കൊണ്ടുവന്ന് തന്നു. അപ്പൊ ഞാനത് കുടിച്ചിട്ട് നിയ്യത്ത് ചെയ്തു, പടച്ചോനെ സംസം വെള്ളം കുടിച്ചാൽ മാവു സംസമോ ഇമാ ശുരിബലവും എന്നാണല്ലോ. എന്ത് കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് സംസം വെള്ളം കുടിച്ചാൽ അത് നടക്കുന്നാണല്ലോ. ഞാൻ ആ സംസം വെള്ളം കുടിച്ചപ്പോ അടുത്ത കൊല്ലം അവിടെ എത്തിക്കണമെന്ന് നിയ്യത്ത് ചെയ്തു. അള്ളാഹു എന്നെ അവിടെ എത്തിച്ചു. എങ്ങനെയാ? വാപ്പാക്ക് പോകുന്ന സമയമായപ്പോ, അതായത് ഭാര്യയുടെ വാപ്പാക്ക് പോകുന്ന സമയത്ത് പോകാൻ പറ്റാത്ത ചെറിയൊരു പ്രതിസന്ധി വന്നു. അപ്പൊ മരുമകനെ ഉമ്മാക്ക് കൂട്ടിന് വേണ്ടിയിട്ട് പൈസയും കൊടുത്തങ്ങടെ അയക്കാണ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതൊക്കെ അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹം. അപ്പൊ റബ്ബിനോട് നമ്മൾ ദ്വാരം കൊണ്ടിരിക്കുക. അള്ളാഹു മുസബിബുൽ അസ്ബാബാണ്. ഏത് വഴിയാണ് തുറന്നു തരിക എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത വർഷം ഹജ്ജിന് നമുക്കൊക്കെ അവിടെ എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം പോകുന്ന ആളുകൾക്ക് പ്രയാസമില്ലാതെ റാഹത്തായ പുണ്യഭൂമികയിലെത്തി മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറകൾ നിർവഹിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.